വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. ഈ 4 വീഡിയോ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ ഏതൊരു MLൻ്റെ മോഡൽ പ്രോഗ്രാം ചെയ്യുമ്പോഴും അതിൽ ബേസിക്കായിട്ട് തന്നെ ജനറലായിട്ട് തന്നെ കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള 3 വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തത്, നമുക്ക് കിട്ടുന്ന ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ലേണിങ്ങിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ മോഡൽ ട്രെയിൻ ചെയ്യാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഡാറ്റേനെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് 3 വീഡിയോയിലായിട്ട് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തരം ഡാറ്റയിൽ ക്ലീനിങ്ങിലും തന്നെ കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പലതരം അൽഗോരിതങ്ങൾ മോഡലുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് ഇന്നോട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോണത് നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോണേ. ലീനിയർ റിഗ്രഷൻ 2 തരമുണ്ട്. സിമ്പിൾ ലീനിയർ റിഗ്രഷനും ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും ഉണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ചെയ്യണേ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആയിരിക്കും. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് ഒരു സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന കാറ്റഗറിയാണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ലേബൽഡ് ഡാറ്റ ആയിരിക്കും കൊടുക്കണത്. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ കണ്ടിന്യൂസ് വാല്യൂ ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്നത് റിഗ്രഷൻ. ആ റിഗ്രഷനിൽ പലതരം അൽഗോരിതങ്ങളുണ്ട്. അതിൽ 2 എണ്ണമാണ് ഈ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. അതിൽ തന്നെ ഒരെണ്ണമാണ് ലീനിയർ റിഗ്രഷൻ. അതിൽ തന്നെ 2 എണ്ണം ഈ സിമ്പിൾ തന്നെ ഒരു സംഭവമാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ആ ലീനിയർ റിഗ്രഷൻ തന്നെ 2 തരമുണ്ട്, സിമ്പിൾ ലീനിയറും അതേപോലെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും. ഇത് തമ്മിൽ തന്നെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ടാർഗറ്റിനെ ബന്ധപ്പെട്ട് ആകെ ഒരൊറ്റ ഫീച്ചർ ഉള്ളെങ്കിൽ ആ ടൈപ്പ് ലീനിയർ റിഗ്രഷനെ പറയുന്ന പേരാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. അതേസമയം 2 കൂടുതൽ ഫീച്ചേഴ്സോ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. നമ്മുടെ ഈ സിമ്പിൾ ലീനിയർ റിഗ്രഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ AX + B എന്നുള്ള രീതിയിലുള്ള ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ കണ്ടുപിടിക്കും നമ്മുടെ ഡാറ്റ. അതാണ് നമ്മൾ അവിടെ ചെയ്യുന്ന ട്രെയിനിങ്. ആ A എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, അതേപോലെ ഈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നതാണ് B. അതാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി. അതേസമയം മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AX1 + BX2 + CX3 + അങ്ങനെ എത്ര ഫീച്ചേഴ്സ് ഉണ്ടോ അത്രയും പോവും. അതേ പ്ലസ് ഇന്റർസെപ്റ്റ്, അത്രയും കാര്യങ്ങളാണ് അതിൽ വന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആയിരിക്കും. നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഡാറ്റ പ്രോസസ്സിങ്, അല്ലെങ്കിൽ ഡാറ്റ പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡാറ്റ ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ നൾ വാല്യൂ എങ്ങനെ ഡീൽ ചെയ്യാം, അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതേപോലെ കാറ്റഗറിക്കൽ വാല്യൂ എങ്ങനെ ന്യൂമറിക്കലാക്കാം. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ചെയ്യേണ്ട ക്ലീനിങ് പ്രോസസ്സായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത്. ഇന്നത്തെ ഞാൻ പറഞ്ഞു ലീനിയർ റിഗ്രഷനാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ലീനിയർ റിഗ്രഷൻ ചെയ്യും. ആദ്യം ചെയ്യാൻ പോണത് സിമ്പിൾ ലീനിയർ റിഗ്രഷനും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൾട്ടി ലീനിയർ റിഗ്രഷനും ചെയ്യണേ. അപ്പോൾ ഈ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയണതെന്ന് വെച്ചാൽ, ഇവിടെ ഒറ്റ ഫീച്ചറേ നമ്മൾ എടുക്കുകയുള്ളൂ. ഒരു ഫീച്ചറും അതേപോലെ അതിന് ടാർഗറ്റായിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അതിനെയാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. 2 അതിൽ കൂടുതൽ ഫീച്ചർ ഉണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പാക്കേജസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് റൺ ചെയ്യാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിധം പരിചയം ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യാം. ഡാറ്റ സെറ്റ് ചെക്ക് ചെയ്ത് നോക്കാം ലോഡായിട്ടില്ലെന്ന്. ഇവിടെ ലോഡായിട്ടുണ്ട്. ഫസ്റ്റത്തെ കോളത്തിന് ഇൻഡെക്സ് പോലെ ഇട്ടേക്കണായിരിക്കും, പേരൊന്നും ഇല്ലാത്ത കോളം വരുന്നു. 2ാമത്തെ കോളം ES എക്സ്പീരിയൻസ്, 3ാമത്തെ കോളം സാലറി. ഈ സാലറിയാണ് നമ്മുടെ ടാർഗറ്റ്. ഈ സാലറിയാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. മോഡൽ പ്രെഡിക്റ്റ് ചെയ്യേണ്ട കാര്യം സാലറിയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒറ്റ ഫീച്ചറേ ഉള്ളൂ, ES എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരൊറ്റ ഫീച്ചറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരൊറ്റ ഫീച്ചറും അതിൻ്റെ ടാർഗറ്റായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ഫീച്ചറേ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെയുള്ള റിഗ്രഷൻ കേസുകളാണ് നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രീ പ്രോസസ്സിങ് ചെയ്തേക്കണതാണ്, നൾ വാല്യൂ ഉണ്ടോ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തേക്കണതാണ്. ഇതൊക്കെ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ കാര്യങ്ങളെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഇനിയിപ്പോൾ അടുത്ത ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാ റിഗ്രഷൻ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ എല്ലാത്തിലും ഒരുവിധം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ മര്യാദയ്ക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ആകെ ഒരു ചെറിയ ചേഞ്ചസ് മാത്രമേ വരുള്ളൂ. മോഡലിൻ്റെ ഭാഗത്ത് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം.
നമ്മൾ ഈ എക്സും വൈ ആയിട്ട് ആദ്യം തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എക്സിലാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഉണ്ടാവുക. എക്സിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് ഫീച്ചേഴ്സാണ്. അതേപോലെ വൈയുടെ അകത്ത് ഉണ്ടാവുന്നത് നമ്മുടെ ടാർഗറ്റ് എന്താണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് അതാണ്. എക്സിൻ്റെ അകത്ത് ഫീച്ചേഴ്സും ഉണ്ടാവും. ഞാൻ പറഞ്ഞത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒറ്റ ഫീച്ചറാണ് നമുക്കുള്ളൂ. അതാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇവിടെ ആ ഫീച്ചറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ സെറ്റ് ഇൻഡെക്സ് ആയിട്ട് ആ കോളത്തിൻ്റെ പേര് എക്സ്പീരിയൻസ് എന്ന് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഇത് എന്തിനാ ഈ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് വെച്ചാണ് എന്തിനാണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇത് ഈ മോഡലിൻ്റെ അകത്തേക്ക് കൊടുക്കുമ്പോൾ അവിടെ 2 ഡയമെൻഷനൽ ആയിട്ടുള്ള അറയാണ് അതിൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒറ്റ കോളം മാത്രമായിട്ട് ഇങ്ങനെ ഐലോക്ക് വെച്ച് എടുത്താലും അല്ലെങ്കിൽ ഒറ്റ കോളം മാത്രമായിട്ട് എടുത്താലും അതവിടെ പ്രശ്നമാവും. അപ്പോൾ അവിടെ എറർ കാട്ടും, 1 ഡയമെൻഷനൽ അറേ ആവുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഇട്ട് വെച്ചേക്കണേ നമ്മൾ. പിന്നെ വൈയുടെ അകത്തേക്ക് നിങ്ങൾക്കറിയാം ഐലോക്ക് എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയാം. ഡാറ്റ ഫ്രെയിമിൽ നിന്ന് നമ്മുടെ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടുള്ള വാല്യൂസ് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കോമ ഇട്ടിട്ട് 2 വാല്യൂസ് സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ആദ്യം ഒരു കോളൻ ഇട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോസാണ്. ഈ കോളന് മുന്നും കഴിഞ്ഞ് നമുക്ക് നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഞാൻ 0 തൊട്ട് 3 വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 0th റോയും 1th റോയും 2th റോയും ഉണ്ടാവും, 3 വരില്ല. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇൻഡെക്സിങ് അറിയാം. ഇവിടെ കൊടുക്കണതിൻ്റെ തൊട്ട് മുന്നേ വരെയാണ് എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ 0യും -3 ഇങ്ങനെ കൊടുത്താൽ 0 തൊട്ട് 2 വരെ ഇൻഡെക്സ് ചെയ്തേക്കണ എല്ലാ റോയും ഉണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാ റോയും വേണം, എല്ലാ റോയും നമുക്ക് ആവശ്യമുണ്ട്. അത് കാരണം നമ്മൾ കോളൻ മാത്രം കൊടുക്കുള്ളൂ. ഇങ്ങനെ കോളൻ മാത്രം കൊടുത്താൽ അതിൻ്റെ അർത്ഥം എല്ലാ റോയും എടുക്കണമെന്നാണ്. ഇനി രണ്ടാമത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോളങ്ങൾ ഏതൊക്കെയാണ്. ആദ്യം നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത റോ ഏതൊക്കെയാണ്. ഇനി സ്പെസിഫൈ ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഏതൊക്കെ കോളങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്നാണ്. നമുക്ക് ലാസ്റ്റത്തെ കോളം മാത്രം മതി. വൈ എന്ന് പറയുന്നത് ടാർഗറ്റാണ്. അപ്പോൾ ഈ -1 കൊടുത്തതാണ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഇൻഡെക്സിങ് ആണ്. -1 എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ലാസ്റ്റത്തെ പൊസിഷൻ ഏതാണോ അതിനകത്തേക്കാണ് അത് പോയിൻ്റ്. അതാണ് ഈ -1 വെച്ച് ഉദ്ദേശിക്കണേ. ഏറ്റവും ലാസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക് പൊക്കോളൂ. ഇവിടെ നിങ്ങൾക്കറിയാം 0, 1, 2 സാലറിയാണ് ലാസ്റ്റത്തെ ഇൻഡെക്സ്. അപ്പോൾ ഈ -1 എന്ന് പറയുമ്പോൾ ഇത് ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്യും. -1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സാലറി ആണെന്ന് അർത്ഥം. -2 ആണെങ്കിൽ ഈ കോളം അതാണ് ഈ നെഗറ്റീവ് ഇൻഡെക്സിങ്. നിങ്ങൾ പൈത്തൺ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ -1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണേ ഈ ലാസ്റ്റ് അറ്റത്ത് കിടക്കണ കോളത്തിനാണ് -1 വെച്ച് ഉദ്ദേശിച്ചേക്കണേ. പിന്നെ ഇവിടെ കോളം കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് ആയിട്ടുള്ള നമ്മൾ കൊടുക്കണം. ആ ഒരൊറ്റ കോളം മാത്രം മതി. അപ്പോൾ ഡയറക്റ്റ് ആ കോളം ഏതാണോ അതിൻ്റെ ഇൻഡെക്സാണ് ഈ കൊടുത്തേക്കണേ. അതേസമയം എനിക്ക് കുറച്ച് ഇന്ന കോളങ്ങളാണ് വേണ്ടിയിരുന്നത്. ഇപ്പോൾ 2 തൊട്ട് 4 വരെയുള്ള കോളങ്ങളാണ് വേണമെങ്കിൽ നമ്മളത് ഇപ്പം റോ സ്പെസിഫൈ ചെയ്യണ പോലെ തന്നെ കോളനിട്ട് കൊടുത്തേനെ. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് മാത്രം മതി, ആ ഒരൊറ്റ കോളം മതി. വൈ എന്ന് പറയുമ്പോൾ ടാർഗറ്റ് ആയിട്ടുള്ള ആ ഒരു കോളം മാത്രം മതി സാലറിയുടെ. അത് കാരണം ഡയറക്റ്റ് അതിൻ്റെ ഇൻഡെക്സായ -1 എന്ന് പറഞ്ഞ് കൊടുത്തേക്കണേ. ഈ -1 പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഡെക്സ് അനുസരിച്ച് വരേണ്ടത് 0, 1, 2 ആണ് സാലറിയുടെ ഇൻഡെക്സ് വരേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ 2 എന്ന് കൊടുത്താലും വർക്ക് ചെയ്യും. പക്ഷേ ലാസ്റ്റ് കോളത്തിലായിരിക്കും ഓൾമോസ്റ്റ് കേസുകളിലും നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രഡിക്റ്റ് ചെയ്യേണ്ട വാല്യൂ ലാസ്റ്റ് കോളമായിരിക്കും. അപ്പോൾ -1 എന്ന് കൊടുക്കുന്നത് എളുപ്പം. അപ്പോൾ കുറേ കോളങ്ങളുള്ള ഒരു ഡാറ്റ സെറ്റൊക്കെ ആണെങ്കിൽ നമ്മൾക്കത് നോക്കേണ്ടി വരും. അപ്പോൾ -1 കൊടുത്താൽ കറക്റ്റായിട്ട് ലാസ്റ്റ് കോളം തന്നെ അത് വന്നോളും. ഐലോക്കിൻ്റെ കൂടെ ഉള്ളതാണ് വാല്യൂസ് എന്നുള്ളത്. അത് ആ വാല്യൂസ് വൈയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഫ്രെയിമിൽ നിന്ന്. അപ്പോൾ നമുക്കത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റണ്ണായിട്ടുണ്ട്. എക്സും വൈയിലേക്കും ഡാറ്റ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ കണ്ടോ എക്സിലേക്ക് ഡാറ്റ വന്നിട്ടുണ്ട്. അടുത്തത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ലാബൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് പ്ലോട്ട് ചോദിക്കാറൊന്നുമില്ല. ചോദിക്കുകയാണെങ്കിൽ മാത്രം കാട്ടിയാൽ മതി. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതിൽ ഉൾപ്പെടുത്തിയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സും വൈയും തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എങ്ങനെ ഡാറ്റയുടെ ഒരു ഇത് കിടക്കണമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ PLT അറിയാൻ നിങ്ങൾക്ക് മാറ്റ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഈ ഫസ്റ്റത്തെ 2 ആവശ്യം ഉണ്ടായുള്ളൂ. മാറ്റ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് മാറ്റ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ്. അത് നമ്മളിവിടെ PLT വെച്ചാണ് നെയിം കൊടുത്തതാണ്. അപ്പോൾ PLT വെച്ച് റെഫർ ചെയ്യണത് അതിനെയാണ്, മാറ്റ് പ്ലോട്ടിനെയാണ് നമ്മൾ റെഫർ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഈ സ്കാറ്റർ എന്ന് പറഞ്ഞാൽ അത് സ്കാറ്റർ പ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലേക്ക് പാസ് ചെയ്യണ വാല്യൂസ് നോക്കി എക്സും വൈയും. അപ്പോൾ ഈ സംഭവം റണ്ണായി കഴിയുമ്പോൾ എക്സും വൈയും തമ്മിൽ ആ പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള ഗ്രാഫ് നമുക്ക് അവിടെ കിട്ടും. അതേപോലെ ഇവിടെ പിന്നെ മെൻഷൻ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ ലേബലും വൈയുടെ ലേബലും. എക്സ് ആക്സിസിൽ എന്ത് പേരാണോ വരേണ്ടത് അതാണ് എക്സ് ലേബൽ എന്ന് പറയുന്നത്. വൈ ആക്സിസിൽ എന്ത് പേരാണോ വരേണ്ടത് അതാണ് വൈ ലേബൽ എന്ന് പറയുന്നത്.
അതാണ് ഈ മെൻഷൻ ചെയ്തേക്കണേ. ഇനി ഈ ഷോ അടിച്ച് കഴിയുമ്പോഴാണ് ആ ഗ്രാഫ് അവിടെ നമുക്ക് പ്രിൻ്റ് ആയിട്ട് വരുള്ളൂ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈ ആക്സിസിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും അതേപോലെ എക്സിൽ സാലറിയും വന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ ഇതേപോലെ കുറേ പോയിൻ്റ് ആയിട്ട്, അതാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഡാറ്റനെ പറ്റി എങ്ങനെ കിടക്കണേ എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടാനായിട്ട് ഇത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണമെന്നൊന്നുമില്ല. ബാക്കി വർക്ക് ചെയ്യണതിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡാറ്റ ക്ലീനിങ് ചെയ്തു, പാക്കേജൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഡാറ്റ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ് ഫീച്ചറും ടാർഗറ്റാക്കി മാറ്റി. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാലാണ് ട്രെയിനും ഡാറ്റയായിട്ടും ടെസ്റ്റ് ഡാറ്റയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ ട്രെയിൻ ഡാറ്റയും ടെസ്റ്റ് ഡാറ്റയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഈ മോഡൽ ട്രെയിൻ ഡാറ്റേനെ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. എന്നിട്ട് അത് ടെസ്റ്റ് ഡാറ്റയിൽ എന്തോരം പെർഫോം ചെയ്യേണ്ടതെന്ന് ഇവാലുവേറ്റ് ചെയ്യും. അതാണ് നമ്മളെല്ലാത്തിലും ചെയ്യണ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ട്രെയിനും ടെസ്റ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിരിക്കണത് SQLineൽ മോഡൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജിലാണ് സംഭവം ഇരിക്കണേ. അപ്പോൾ ആദ്യം തന്നെ അത് ഇമ്പോർട്ട് ചെയ്യണം, എന്നാലും അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. SQLineൽ മോഡൽ സെലക്ഷനിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇനിയിപ്പോൾ ചെയ്യണം മിക്കതിലും ഈ സംഭവം ആവശ്യമുണ്ട് ട്രെയിൻ ടെസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് മാക്സിമം മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കിയുള്ള ചേഞ്ചുള്ള ഭാഗം മാത്രം നോക്കിയാൽ മതി. അതാണ് അപ്പോൾ അതിൻ്റെ ഗുണം. അപ്പോൾ ഈ ടെസ്റ്റ് ട്രെയിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണിത്. അത് മോഡൽ സെലക്ഷനിലിരിക്കണേ. അത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റ് ആട്ടോ ഇത് എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, വൈ ടെസ്റ്റ്. ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും ഈ പേരാണ് കൊടുക്കാറ്. കാരണം കാണുമ്പോൾ മനസ്സിലാവാൻ, ലോജിക്കലി കറക്റ്റായിട്ട് മനസ്സിലാവാൻ എല്ലാവരും ഈ പേര് തന്നെ ഉപയോഗിക്കാറ്. എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്. ഇത് കൊടുക്കേണ്ട ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫീച്ചറിൻ്റെ ട്രെയിനിങ് ഡാറ്റ എന്ത് പേരാണ് കൊടുക്കണത് അത്, പിന്നെ ഫീച്ചേഴ്സിൻ്റെ. നിങ്ങൾ ഈ എക്സും വൈയും കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. എക്സ് എന്ന് പറയുന്ന ഫീച്ചേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അതേപോലെ വൈ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടാർഗറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അങ്ങനെയും പറയും. ഈ ഫീച്ചേഴ്സിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്നും അതേപോലെ ടാർഗറ്റിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയും, ML. അപ്പോൾ ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ഫോർമാറ്റ് ആദ്യം തന്നെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കണം ഫീച്ചേഴ്സിന് എന്ത് പേരാണ് കൊടുക്കണം അതും, അതേപോലെ പിന്നെ ടെസ്റ്റിൻ്റെ ഇതും അങ്ങനെയാണ് കൊടുക്കണത്. എന്നിട്ട് ഈക്വൽ ടു ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. ഇവിടെ കൊടുക്കേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫീച്ചേഴ്സ് ഇരിക്കുന്നത് എക്സിലാണെന്നറിയാം. അപ്പോൾ എക്സ് ആദ്യം കൊടുത്തു, പിന്നെ വൈ ടാർഗറ്റ് വേരിയബിൾ വൈ ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നിലെ ടെസ്റ്റ് സൈസ് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിൻ സൈസ് വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഇത് സ്പ്ലിറ്റ് ആയിക്കോളും. ഇവിടെ ഇപ്പോൾ 0.4 കിടക്കണേ, ഞാൻ ഇട്ട് വെച്ചാണ് 0.4 ആണ്. ഇപ്പോൾ ടെസ്റ്റ് സൈസ് മൊത്തം ഡാറ്റയുടെ 0.4 ആയിട്ട് എടുത്തോളും. അതിനനുസരിച്ച് അത് സ്പ്ലിറ്റ് ചെയ്യും. റാൻഡം സ്റ്റേറ്റ് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാതെ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളതിൻ്റെ ഉള്ളൊരു നമ്പറാണ്. അത് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, വർക്ക് ചെയ്തോളും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിവിടെ റണ്ണായിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനും ടെസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അറിയാലോ, മോഡൽ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇവിടം വരെയുള്ള സ്റ്റെപ്പ് നമുക്ക് ഇനിയിപ്പോൾ ചെയ്യണം 2-3 എണ്ണത്തിൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി വയ്ക്കുക. ആദ്യം പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുക, ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യുക, പിന്നെ പ്രീ പ്രോസസ്സിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ അതിൽ വല്ലതും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, ഗ്രാഫ് മാൻഡേറ്ററി ഒന്നുമല്ല, അത് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്താൽ മതി, ചെയ്തില്ല എന്ന് വെച്ചൊരു കുഴപ്പമില്ല. പിന്നെ ഈ എക്സും വൈയും, എക്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഫീച്ചേഴ്സാണ് എക്സിൽ ഉണ്ടാവണേ. അതേപോലെ വൈയിൽ ടാർഗറ്റ്. ഇവിടെ നമ്മൾ ചെയ്യണ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഒറ്റ ഫീച്ചറേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ ഈ ഒരെണ്ണമായിട്ട് കൊടുക്കാൻ കാരണം. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഈ 2 ബ്രാക്കറ്റ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇത്ര കഴിഞ്ഞ് മോഡലിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ സിംഗിൾ ഡയമെൻഷനലായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല, അവിടെ എറർ വരും. ആ കാരണം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ബ്രാക്കറ്റൊക്കെ ആക്കി കൊടുത്താണ്. നമ്മൾ ഇനി ബാക്കി റിഗ്രഷനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ തന്നെ കൊടുക്കണം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരൊറ്റ ഫീച്ചറുള്ള കാരണമാണ് ഇങ്ങനെ കൊടുത്താണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ട്രെയിനും ടെസ്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ മോഡൽ ഇത് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യണത് ലീനിയർ റിഗ്രഷനാണ്. അപ്പോൾ ആദ്യം തന്നെ അത് ഇമ്പോർട്ട് ചെയ്യണം. അതിരിക്കണത് SQLineൽ ലീനിയർ മോഡലിലാണ് ലീനിയർ റിഗ്രഷൻ ഇരിക്കണേ. ആ സാധനം ആദ്യം ആ പാക്കേജിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ LR എന്നുള്ള പേരെ കൊടുത്തേണ്. LR എന്ന് പറയുമ്പോൾ ലീനിയർ റിഗ്രഷൻ്റെ ഷോർട്ട് കട്ടുള്ളൂ. ആ ഒരു ലോജിക്ക് വെച്ച് LR എന്ന് കൊടുത്തേക്കണതാണ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മോഡലിന് കൊടുക്കണമെങ്കിൽ മോഡലിന് കൊടുക്കാം, റിഗ്രസറിന് കൊടുക്കണമെങ്കിൽ റിഗ്രസറിന് കൊടുക്കാം. പേര് നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. അത് നിങ്ങളിപ്പോൾ വേറെ നെറ്റിലൊക്കെ തപ്പുമ്പോഴാണെങ്കിലും ഓരോ എക്സാമ്പിളൊക്കെ എടുക്കുമ്പോൾ പല പേരായിരിക്കും നിങ്ങൾ കാണാം. പേര് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം.
എപ്പോഴും ലോജിക്കലി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ എല്ലാർന്നോ അല്ലെങ്കിൽ മോഡലിനൊക്കെ കൊടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ വേഗം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എല്ലാർന്നാണ് കൊടുത്താണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മോഡലിലേക്ക് നമ്മൾ ട്രെയിനിങ് ഡാറ്റ ഫിറ്റ് ചെയ്യണം. അതാണ് ഈ LR.fit എന്ന് പറയുന്നത്. മോഡലിലേക്ക് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ ഫിറ്റ് ചെയ്യണം. അപ്പോൾ മോഡൽ എന്ത് ചെയ്യും, ട്രെയിൻ ഡാറ്റേനെ ലേൺ ചെയ്യും. എന്നിട്ട് ആ മോഡൽ വെച്ച് നമ്മളിനി പ്രഡിക്ഷൻസ് നടത്തും. അതാണ് നമ്മളെല്ലാ ഇതിലും ചെയ്യാൻ പോണ പരിപാടി. അപ്പോൾ ഈ മോഡലിനെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് എന്ത്, മോഡലിൻ്റെ ഒബ്ജക്റ്റ്.fit എന്ന് പറയുന്നത്. ഇവിടെ LR നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ LR.fit ഞാൻ അതിൽ എന്തൊക്കെ പാസ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ട്രെയിനിങ്ങിൻ്റെ സമയത്തുള്ള ട്രെയിനിങ് ഡാറ്റയിലെ ഫീച്ചേഴ്സ്, അതേപോലെ ട്രെയിനിങ് ഡാറ്റയിലെ ഔട്ട്പുട്ടും, അതാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. X-train എന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ്, Y-train എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, ട്രെയിനിങ് ഡാറ്റയിലുള്ള ടാർഗറ്റ്. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഈ LRനെ നമ്മൾ ട്രെയിൻ ചെയ്തു. ഈ LR എന്ന് പറഞ്ഞ മോഡൽ ലീനിയർ റിഗ്രഷൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിന് നമ്മൾ ട്രെയിൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രഡിക്ഷൻസ് നടത്തണം. ട്രെയിൻ ഡാറ്റ ഉപയോഗിച്ചും പ്രഡിക്ഷൻ ചെയ്യണം, ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് പ്രഡിക്ഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ പ്രഡിക്ഷനും ഒറിജിനൽ ഡാറ്റയും വെച്ചിട്ട് മോഡലിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ Y-train ആദ്യം തന്നെ ട്രെയിൻ ഡാറ്റയുടെ പ്രഡിക്ഷനാണ് ഇവിടെ Y-train predict എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Y-train predict എന്തെന്ന് കൊടുത്തു, LR.predict X-train. ഇവിടെ ഇതാണ് ഫോർമാറ്റ്. എന്താണ് നമ്മുടെ മോഡലിൻ്റെ പേര്, അത് .predict. വേറെ അൽഗോരിതങ്ങളായാലും അതിനനുസരിച്ച് പേര് മാത്രം മാറ്റം വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ LR ആണ്. അപ്പോൾ LR.predict ഇനി ഏത് ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ഏത് ഫീച്ചേഴ്സ് കൊടുക്കണേ, നമ്മളിപ്പോൾ ആദ്യം ട്രെയിനിങ്ങിൻ്റെയാണ് കൊടുക്കണേ. അതാണ് X-train എന്ന് കൊടുത്തത്. അപ്പോൾ ഈ X-trainലുള്ള ഫീച്ചേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് അവിടെ എന്തിലേക്ക് വരും, Y-train പ്രഡിക്ഷനിലേക്ക് വരും. അടുത്ത എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടുള്ള പ്രഡിക്ഷൻ നടത്തുന്നതാണ്. അതാണ് Y-test predict LR.predict എന്ന് പറഞ്ഞ് കൊടുത്താണ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിലുള്ള ഫീച്ചറിനനുസരിച്ചുള്ള പ്രഡിക്ഷൻസ് അവിടെ ഇതിനകത്തേക്ക് സ്റ്റോർ ആവും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റണ്ണായുണ്ട്. അപ്പോൾ അതിനകത്തേക്കൊക്കെ ഡാറ്റ വന്നിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ഈ പ്ലോട്ട് ചെയ്തേക്കണതാണ് ഇപ്പം നമ്മൾ ഈ ചെയ്തേക്കണ നമുക്ക് കിട്ടിയേക്കണ ലൈൻ. നമുക്കറിയാം ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കണതാണ്. അതിന് സ്യൂട്ടബിൾ ആയിട്ടൊരു ലീനിയർ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കണത്. AX+B എന്നുള്ള രീതിയിലുള്ള ഇക്വേഷനിൽ തന്നെ ഒരു ബെസ്റ്റ് ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കണം. മാക്സിമം എല്ലാ ഡാറ്റകളും നോക്കിയിട്ട് ആ ഒരു പ്ലോട്ട് കിട്ടുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കണത്. ഇതും നിർബന്ധമൊന്നുമില്ല, വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്തേക്കണതാണ്. ആദ്യം നിങ്ങൾക്കറിയാം ടെസ്റ്റിലെ ഫീച്ചേഴ്സും അതേപോലെ ടാർഗറ്റും തമ്മിൽ സ്കാറ്ററിങ് പ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ആ ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. X-ടെസ്റ്റും അതേപോലെ Y-test പ്രെഡും തമ്മിൽ ഒറിജിനൽ ആ ടെക്സ്റ്റിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ Y-ടെസ്റ്റിൻ്റെ പ്രഡിക്ഷൻസും തമ്മിൽ നമ്മൾ ലൈൻ പ്ലോട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ കിട്ടിയേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ സ്റ്റെപ്പ് മാൻഡേറ്ററി അല്ല, ഇത് നമുക്ക് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കണതാണ്. ഇത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇതിപ്പോൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആവുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ കാട്ടാൻ വേണ്ടി ചെയ്തേക്കണതാണ്. അത് നമ്മുടെ ഇതിന് ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലോട്ട് വന്നേക്കണ കാണാൻ പറ്റും. ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പ്ലോട്ട് വന്നിട്ടുണ്ട്. ഈ ലൈനായിട്ടാണ് പ്ലോട്ട് വന്നേക്കണേ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെയ്തേക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ നമ്മുടെ ഈ മോഡലിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, AX+B എന്നുള്ള ഇക്വേഷനിൽ ആ റിഗ്രഷൻ്റെ കോഎഫിഷ്യൻറ്റും അതേപോലെ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാനുള്ള സംഭവമാണ് ഈ കോഎഫ് എന്ന് പറഞ്ഞിട്ട് അണ്ടർസ്കോറും അതേപോലെ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടർസ്കോറും. ഈ സംഭവം റൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിൻ്റെ കോഎഫിഷ്യൻറ്റ് കിട്ടും. അതേപോലെ ഈ ഇൻ്റർസെപ്റ്റ് റൺ ചെയ്ത് കഴിയുമ്പോൾ ലൈനിൻ്റെ Y ഇൻ്റർസെപ്റ്റ് നമുക്ക് കിട്ടും. റൺ ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് വാല്യൂസ് പ്രിൻ്റ് ആയേക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 9407 എന്ന് പറയുന്നതാണ് എന്ത്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. അതേപോലെ ഈ Y ഇൻ്റർസെപ്റ്റ് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എന്ത്, ഈ 25,899 എന്ന് പറയണത്. അപ്പോൾ ഒരു ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം AX+B എന്നുള്ള ഫോമിലാണ്. അതിൽ ആ എയുടെ വാല്യൂ ആണ് കോഎഫിഷ്യൻറ്റ് വെച്ച് നമുക്ക് കിട്ടുക. അതേപോലെ ഈ ബിയുടെ വാല്യൂ ആണ് ഇൻ്റർസെപ്റ്റ് വെച്ച് കിട്ടുക. അത് നിങ്ങൾക്ക് ആ ലൈൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഈ സംഭവം ഉപയോഗിച്ചാൽ മതി. ലൈൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ സാധാ ചെയ്യാറെന്ന് പറഞ്ഞാൽ ആദ്യം ഇത്രയും വരെ ചെയ്യും, മോഡൽ ട്രെയിൻ ചെയ്യും. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യാറ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യലാണ്. ഇത് ചില കേസുകളിൽ ചോദിക്കാറില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓർത്തിരിക്കാനും സിമ്പിളാണ്. മോഡലിൻ്റെ പേര് .coef അടിച്ചാൽ കോഎഫിഷ്യൻറ്റ് കിട്ടും. എന്നുള്ള മാത്രം ഓർത്ത് വെച്ചാൽ മതി. കാരണം പിന്നെ ടാബ് അടിച്ചാൽ ബാലൻസ് വന്നോളൂ. അപ്പോൾ നമുക്ക് ഓർമ്മ വരും എന്താണെന്നുള്ളത്.
ഇൻ്റർസെപ്റ്റും അതേപോലെ തന്നെ ഓർത്തിരിക്കുക എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം മീൻ സ്ക്വയർ എററും ആർ സ്ക്വയർ എററും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണ പോലെ നല്ല പ്രോഗ്രാമിലാകെ അത് 2 ലൈൻ കോഡുള്ളൂ. ആ സംഭവം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ SQLN മെട്രിക്സിലാണ് ഈ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കണേ. മീൻ സ്ക്വയർ എറർ അതേപോലെ ആർ സ്ക്വയർ എററൊക്കെ ഇരിക്കണത് SQLN മെട്രിക്സിലാണ്. ആദ്യം തന്നെ ഞാനത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോണത് മീൻ സ്ക്വയർ എറർ. അതാണ് ഈ MSE എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചാണ്. ട്രെയിനിങ്ങിൻ്റെ മീൻ സ്ക്വയർ എററാണ് ഞാൻ കണ്ടുപിടിക്കണേ. കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. അപ്പോൾ MSE ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക, മീൻ അണ്ടർസ്കോർ എറർ, അതാണ് ഇതിൻ്റെ സിൻടാക്സ് ഈ മെത്തേഡിൻ്റെ. എന്നിട്ട് പാസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ എററാണ് കണ്ടുപിടിക്കണേ. അപ്പോൾ എന്തൊക്കെ പാസ് ചെയ്യണം? ഒറിജിനൽ ആ ട്രെയിനിൻ്റെ ടാർഗറ്റ് വാല്യൂസ് എന്താണോ അത് പാസ് ചെയ്യുക. അതിൻ്റെ കൂടെ എന്തും പാസ് ചെയ്യുക, നമ്മുടെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് എന്ത് കിട്ടും? കാൽക്കുലേഷൻസ് ഒക്കെ ഇൻറ്റേർണലായിട്ട് ചെയ്തോളാം, ഇതൊക്കെ ഈ ഫംഗ്ഷൻ ചെയ്തോളും. എന്തുമാത്രം പാസ് ചെയ്താൽ മതി? നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ടാർഗറ്റ് ഡാറ്റയും നമ്മുടെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്ത ടാർഗറ്റ് ഡാറ്റയും, ഇത് രണ്ടും പാസ് ചെയ്യുക. സെയിം തന്നെയാണ് ടെസ്റ്റിൻ്റെ, ആകെ ആട്രിബ്യൂട്ടിന് മാത്രം വ്യത്യാസം വരുള്ളൂ. ട്രെയിനിങ്ങിൻ്റെ സംഭവത്തിന് വരെ എന്തായിരിക്കും പാസ് ചെയ്യണേ? ടെസ്റ്റ് ആയിരിക്കും പാസ് ചെയ്യണേ. എന്നിട്ട് ഇവിടെ ഉപയോഗിച്ചേക്കണ പ്രിൻ്റ് MSE ഓഫ് ട്രെയിൻ, ഇത് രണ്ട് പ്രിൻ്റ് ആയിക്കണേണ്. നമ്മൾ കണ്ടുപിടിച്ച ട്രെയിനിങ്ങിൻ്റെ മീൻ സ്ക്വയർ എററും അതേപോലെ ടെസ്റ്റിൻ്റെ മീൻ സ്ക്വയർ എററും നമ്മൾ പ്രിൻ്റ് ആയിക്കണേണ്. അത് കഴിഞ്ഞ് കണ്ടുപിടിച്ചാണത് ആർ സ്ക്വയർ എററാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ R2 അണ്ടർസ്കോർ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണേ. ആട്രിബ്യൂട്ട്സ് എല്ലാം പാസ് ചെയ്യണ സെയിം രീതി തന്നെ. ആദ്യം ട്രെയിനിങ്ങിൻ്റെ ടാർഗറ്റ്, പിന്നെ പ്രെഡിക്റ്റ് ചെയ്ത ടാർഗറ്റ്. അപ്പോൾ എന്ത് കിട്ടും? ട്രെയിനിങ്ങിൻ്റെ ആർ സ്ക്വയർ എറർ കിട്ടും. അതേപോലെ തന്നെ ടെസ്റ്റിൻ്റെയും കണ്ടുപിടിക്കുക. പിന്നെ ഇത് പ്രിൻ്റ് ചെയ്യിക്കാനുള്ള കോഡാണ് ഈ അടിച്ച് വെച്ചാണ്. ഒക്കെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വാല്യൂസ് ഇത് ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾക്ക് തിയററ്റിക്കലായി മനസ്സിലാക്കിയിരിക്കണം. എന്നാലും പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 2 കോഡ് മാത്രം ഓർത്തിരുന്നാൽ മതി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. അടുത്തത് കണ്ടുപിടിക്കുന്നത് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ആണ്. ഇത് ശരിക്കും സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ ഇത് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒറ്റ ഫീച്ചറുള്ളൂ. നമ്മൾ ഈ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കുറേ ഫീച്ചേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മീൻ സ്ക്വയർ എററിൽ ആർ സ്ക്വയർ എററിൽ അതിൻ്റെ ചെറിയ വേരിയേഷൻസ് വരും. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി കൂടി കറക്റ്റായിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ചെയ്തേക്കണ കേസ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്, അതുകൊണ്ട് ഒരൊറ്റ ഫീച്ചറുള്ളൂ. അവിടെ ഈ സംഭവം കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞാൻ ഇപ്പോൾ ഇതിൽ കാട്ടിയെന്നുള്ളൂ. ഇത് ഉപയോഗിക്കണത് ശരിക്കും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിലാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കണേ. അപ്പോൾ നമുക്കിത് റൺ ചെയ്തൊക്കെ ഇതിൻ്റെ ഫോർമുല ഉണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള. ആ ഫോർമുലയാണ് ഇവിടെ ഞാൻ നോട്ടായിട്ട് കൊടുത്തേക്കണേ. 1 - ഈ എന്ന് പറഞ്ഞ് കൊടുത്തേക്കണത്. ഇതിൽ R2 എന്ന് പറയണത് ആർ സ്ക്വയർ എററിൻ്റെയാണ്. നമ്മുടെ മോഡലിൻ്റെ ആർ സ്ക്വയർ എറർ എത്രയാണ് ആ വാല്യൂ ആണ് R2 എന്ന് പറയണത്. N എന്ന് പറയണത് ടോട്ടൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെന്നുള്ളത്. K എന്ന് പറയണത് ഫീച്ചേഴ്സ്, അതാണ് ഈ നമ്പർ ഓഫ് പ്രെഡിക്റ്റർ വേരിയബിൾസ് എന്ന് പറയുന്നത്. എത്ര ഫീച്ചേഴ്സ് ഉണ്ട് അതാണ് K എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചേക്കണേ. ഈ N-ഉം K-യും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ len ഉപയോഗിച്ചാണ്. len ഓഫ് y എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വൈയിൽ മൊത്തം എത്ര റോ ഉണ്ടെന്നുള്ള റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഈ len ഓഫ് y എന്ന് പറഞ്ഞ് കൊടുത്താണ്. എക്സ് ഡോട്ട് ഷേപ്പ് ഓഫ് 1 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊടുത്താണ്. എന്തിനാന്ന് വെച്ചാൽ ഈ ഫീച്ചേഴ്സിൻ്റെ എണ്ണം കിട്ടാനാണ്. നിങ്ങൾക്കറിയാം എക്സിലാണ് എന്തുള്ളത്, ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഷേപ്പ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോസ് കിട്ടും, 1 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക, കോളം കിട്ടും. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാത്ത എത്ര കോളം ഉണ്ടെന്ന് പറയണത് എന്തായിരിക്കും, എത്ര ഫീച്ചർ ഉണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഈ ഡോട്ട് ഷേപ്പ് ഉപയോഗിക്കാൻ കാരണം, K കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ N കണ്ടുപിടിക്കാൻ len ഓഫ് y, നിങ്ങൾക്കറിയാം ടാർഗറ്റിൽ മൊത്തം എത്ര റോ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഈ സംഭവം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. R2 ആർ സ്ക്വയർ എററാണ് അത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. റണ്ണായുണ്ട്. ഞാൻ പ്രിൻ്റ് അയക്കാനുള്ള കോഡായി താഴെ കൊടുത്താണ്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ പ്രിൻ്റ് ആയതുകൊണ്ട് ഈ സംഭവം ശരിക്കും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷന് വേണ്ടിയിട്ട് ഈ സംഭവം ഉപയോഗിക്കണേ. കാരണം അവിടെ ഒന്നിക്കുള്ള ഫീച്ചേഴ്സ് വരുമ്പോൾ അത് ആർ സ്ക്വയർ എററിൽ അതിൻ്റെ അനുസരിച്ച് വാല്യൂ ഇൻക്രീസ് ആവും. അപ്പോൾ അതിൽ നിന്നൊരു കറക്റ്റായിട്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ നമ്മൾ ഉപയോഗിക്കണേ. അപ്പോൾ നമ്മൾ ഈ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ലീനിയർ റിഗ്രഷനാണ് ഇപ്പോൾ ഈ ചെയ്തത്. ആദ്യം പാക്കേജസ് ഇമ്പോർട്ട് ചെയ്തു, ഡാറ്റ സെറ്റ് ലോഡ് ചെയ്തു, പ്രീ പ്രോസസ്സിങ് ക്ലീനിങ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫീച്ചറും ടാർഗറ്റായിട്ട് സംഭവം മാറ്റി. ഫീച്ചർ ഇവിടെ ഒറ്റ ഫീച്ചറുള്ളൂ, സിമ്പിൾ ലീനിയർ ആവുകൊണ്ട്
ടാർഗറ്റിൻ്റെ വാല്യൂ എടുത്ത് സ്റ്റോർ ചെയ്തു. പിന്നെ ചെയ്തത് എന്താ, ഇത് ട്രെയിനും ടെസ്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ ട്രെയിനും ടെസ്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട സിൻറ്റാക്സും കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. കാരണം എല്ലാത്തിലും നമ്മൾ ഇത് തന്നെ ചെയ്യാൻ പോണേ. ആകെ വ്യത്യാസം വരുന്നത് ഇവിടെ ഇപ്പോൾ ലീനിയർ റിഗ്രഷനാണ് ഉപയോഗിച്ചെങ്കിൽ വേറെ അൽഗോറിതംസ് യൂസ് ചെയ്യുമ്പോൾ ആ മോഡലിന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങൾ സെയിം ആണ്. പിന്നെ ഇവാലുവേഷന് ഈ പെർഫോമൻസ് വാലുവേറ്റ് ചെയ്യണതിന് മാത്രമാണ് അത് റിഗ്രഷനിലെല്ലാം ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ബാക്കി ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ആ ഭാഗത്ത് മാത്രം മാറ്റം വരുള്ളൂ. എന്നാലും കുറേ കാര്യങ്ങളെല്ലാം സെയിം ആണ്. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് സിൻറ്റാക്സ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ നോക്കാം. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് വരുമ്പോൾ ചെയ്യണ റിഗ്രഷനാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.